കോഴിക്കോട് നിന്ന് യുവമോർച്ചയുടെ ഒരു ഓഫീസുണ്ടല്ലോ, ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിട്ട് സംഭവം ഉണ്ടായി. ഓഫീസിനകത്തുനിന്ന് കരിങ്കൊടിയായിട്ട് ഇറങ്ങി വന്ന് എന്തിനാണ് അവരുടെ ആവശ്യം പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. യുവമോർച്ചക്കാരോ ഈ KCന്റെ 10 പേര് ഇത് ഇന്നലെ എല്ലാ പ്രതിഷേധത്തിലും കൂടെ വന്നതെല്ലാം കൂടെ ഒരു 100 പേര് അവർ ഒരു ആവശ്യം പറഞ്ഞാലേ ചർച്ച ചെയ്തിട്ടുണ്ട് പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഇങ്ങനൊരു സംരംഭത്തിന് മുതിരുമ്പോൾ SFIക്കാരും DYFIക്കാരും അവരും വരും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട്. ഇന്ന് എൻ്റെ MLA ഓഫീസിലത്തേക്ക് മാർച്ച് ചെയ്തു, പാപ്പനംകോടുള്ള. എന്താണ് കാര്യം? വികസന പ്രവർത്തനത്തിന് വല്ല പ്രശ്നം വല്ലതാണോ ഉള്ള ദേവമണ്ഡലത്തിൽ? അത് വൈരാഗ്യമാണ്. കാരണം BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത മണ്ഡലമാണല്ലോ. അപ്പം അതുകൊണ്ട് കിട്ടിയൊരു അവസരമാണ്. അവിടെ ഈ കേരളത്തിൽ ഒരു 10 MLA എടുത്തു കഴിഞ്ഞാൽ അതിൽ 10-ൽ ഒന്നായിട്ട് ഒരു വികസനം നടത്തുന്നതായിട്ട് അത് BJPക്കും തർക്കം ഉണ്ടാവില്ല. എൻ്റെ MLA ഓഫീസിലത്തേക്ക് മാർച്ച് നടത്തി. എന്താണ് അവരുടെ ആവശ്യം? ഒന്ന് പറയട്ടെ ആവശ്യം എന്താണെന്ന്. നമ്മൾ ചർച്ച ചെയ്യാം. അവരിനി ആത്മഹത്യ സ്ക്വാഡായിട്ട് പോയി വണ്ടി വല്ലതും തട്ടി ഇനി ബുദ്ധിമുട്ടുണ്ടായാൽ അതൊരു വിഷമമായി മാറും. അപ്പം അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവർ സമരം ചെയ്യട്ടെ. ഇപ്പം ഞങ്ങൾ ഇന്നലെ CA2-ൻ്റെ ധർണ ഉണ്ടായിരുന്നു രാജ്ഭവന് മുന്നേ. പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത ധർണയെന്നല്ലേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 5-10 ആളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ തെരുവിൽ യുദ്ധം മനഃപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിന് രാജ്ഭവനിലെ ഉപദേശമുണ്ട്. രാജ്ഭവനിൽ 2 കടുത്ത RSകാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 പേരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 2 പേരും ഗവർണർ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ്, ഗവർണർക്ക് അറിയില്ലല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ ഏശുന്നില്ല. ഇല്ല, PMശ്രീ പദ്ധതി എന്താണെന്ന് ഈ പറഞ്ഞ കക്ഷി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. PMശ്രീ പദ്ധതിയിലല്ല ഒപ്പിടേണ്ടത്. കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ NEP-യിൽ ഒപ്പിടണം എന്നുള്ള നിലയിൽ വരിക. അതിൻ്റെ ഭാഗമാണ് PMശ്രീയും വരുന്നത്. അല്ല, അതാണെങ്കിലും അവർ വന്ന് പറയട്ടെ. അല്ല, ഒരാളെ അവർ 5 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകടനം നടത്തി അപമാനിക്കപ്പെടേണ്ട വല്ല കാര്യമുണ്ടായ? സ്വയം ക്ഷീണിക്കപ്പെട്ടല്ലേ അവർ ചെയ്തത്. എന്നാൽ വിളിച്ചാലും ആ സമയത്ത് ചിലപ്പോൾ ആ സമയത്തൊക്കെ വിളിച്ചാൽ ആളെ കിട്ടിയില്ലെന്ന് വരും. കിട്ടിയാൽ ഈ 5 പേരെ വെച്ചുകൊണ്ടുള്ള ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോണ സംഗതിയെങ്കിലും ഒഴിവാക്കണ്ടേ? എനിക്ക് പേടി പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി സ്പീഡിൽ പോവുകയല്ലേ. പോലീസിന് സ്വാഭാവികമായിട്ട് അവരുടെ കാര്യം അവർക്ക് നോക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു കൊച്ചു എല്ലാം പയ്യന്മാർ സെറ്റാണ്. എൻ്റെ മോൻ്റെ പ്രായമുള്ള സെറ്റുകളാണ്. വല്ല തട്ടേ മുട്ട ചെയ്താൽ അവരൊരു നിവേദനം കൊണ്ട് തരട്ടെ. അവരെല്ലാം ഞാൻ ഇന്നിപ്പോൾ എപ്പോഴാണ് വാങ്ങിക്കാം, എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ നിവേദനം കൊണ്ട് തരട്ടെ. ഇതൊഴികെ ഏതൊഴികെ ഒരു വനിതയ്ക്ക് BJPയുടെ RSSന്റെ കൊടിയും കൊടുത്ത് രാജ്ഭവനിൽ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഒഴികെ വേറെ ഏത് ആവശ്യത്തിന് സംബന്ധിച്ചിടത്തോളം അവരൊരു നിവേദനം കൊണ്ട് തരട്ടെ. ഈ കാണിക്കുന്നവർ ഞാൻ അവരോട് ചർച്ച ചെയ്ത് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം, ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം പരിഹരിക്കാം. നമ്മൾ വെറുതെ ഒരു വെള്ളത്തിൽ വരച്ചതുപോലെ ഒരു നിവേദനമോ ഒരു ആവശ്യമില്ലാതെ ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇടപെടണം. എനിക്ക് തോന്നുന്നു രാജ്ഭവനിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശമായിരിക്കും. ഇല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടവണ്ണമുള്ള കുട്ടികളെ കിട്ടിയിട്ടില്ല. ഇന്നലെ തമ്പാനൂർ നടന്നു, അങ്ങനെ തന്നെയാണ്. തമ്പാനൂർ സംഘർഷം നടന്നു, ശരി തന്നെ. സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഒരു സർക്കാർ സംവിധാനമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു തെരുവിലേക്ക് ഒരു സമരം ചെയ്യാൻ വരുന്ന ഒരു സംഘടനയെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയായി മിനിസ്റ്റർക്ക് തോന്നുന്നു. മിനിസ്റ്ററും വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്.
അപ്പൊ അങ്ങനെ ഒരു സമരം ചെയ്യാൻ എത്തുന്ന ആൾക്കാർ ഇങ്ങനെ ബോധപൂർവം ആക്രമിക്കുക എന്ന് തോന്നുന്നത് അതൊരു ജനാധിപത്യമാണെന്ന് തോന്നുന്നുണ്ടോ? സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട്, വേറൊരു ആൾക്കാർ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലല്ലോ. ഞാൻ അവിടെ ട്രെയിനിൽ വന്നിറങ്ങി പോകുന്ന കാര്യം മാത്രമേ എനിക്കറിയാമല്ലോ. ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം അവിടെ പിന്നെ വന്ന് നിന്ന ABP-ക്കാർ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ തുടർന്ന് അവർ തമ്മിൽ സംഘർഷം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് സ്വാഭാവികമാണ്.